തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ട്. ഇതിനുശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക. ആകെ 1,64,427 പത്രികകളാണ് ലഭിച്ചത്. 1,08,580 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. അവസാന ദിനമായി ഇന്നലെ മാത്രം 59,667 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ MS വീണ നൽകും. വീണ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ നെഞ്ചിടിപ്പിന്റെ ഒരു സമയമാണ്. പത്രികയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികൾ വലിയ ആശങ്കയിലായിരിക്കും, നെഞ്ചിടിപ്പിലായിരിക്കും. ഒപ്പം തന്നെ അണികൾ പ്രചാരണ തിരക്കിലാണ്. ചുവരെഴുത്തൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഇന്നെന്തായാലും സൂക്ഷ്മ പരിശോധനയാണ്. വീണ പറയും. രാഖി, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് സംസ്ഥാനം. എന്നാൽ ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥികൾ ഈ ഒരു ദിവസം കടന്നു പോവുക എന്നുള്ളതാണ്. പത്രികാ സമർപ്പണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും എടുത്തു പറയാനുള്ളത് അവസാനവട്ട 3 ദിവസങ്ങളിലാണ് എപ്പോഴും ഈ പത്രികാ സമർപ്പണത്തിന്റെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് തിങ്കളാഴ്ചയായിരിക്കും ലഭിക്കുക. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പത്രിക തള്ളിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ആശങ്കയുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു പത്രിക തള്ളിപ്പോകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ പോലും ഉള്ളിൽ അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മഴയാണെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണ ചൂടിലാണ്. പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും തന്നെ. തിങ്കളാഴ്ച വരെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസരമുള്ളത്. ഏറ്റവും എടുത്തു പറയാനുള്ള അപരന്മാരടക്കമുള്ളവരുടെ അത്തരത്തിലുള്ള അപര സ്ഥാനാർത്ഥികളുടെയും പട്ടിക കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പത്രിക സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പത്രികകളുടെയും പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. പത്രികയുമായി ബന്ധപ്പെട്ട് എത്ര പത്രികകൾ ലഭിച്ചു, ഒപ്പം തന്നെ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ ഒരു ചിത്രവും കണക്കുകളും ഒക്കെ നമുക്ക് തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട്. അതേ പത്രിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കുക. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ലഭിച്ചത് 1,64,427 പത്രികകളാണ് ലഭിച്ചത്. സ്ഥാനാർത്ഥി പത്രികകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,08,580 പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന കൂടി നമ്മൾ പൂർത്തിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എണ്ണങ്ങൾ കുറയുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. തിരുവനന്തപുരത്ത് അടക്കം വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചാരണ പരിപാടികൾ കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പത്രികാ കാലാവധി സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കും. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധന പൂർത്തിയായതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ആവേശം ഇരട്ടിയിലാകും. ഇപ്പോൾ തന്നെ ചുവരെഴുത്തും വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും ഒപ്പം തന്നെ അഭ്യർത്ഥന പത്രികയും ഒക്കെ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ആവേശമേറും. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ എത്തുന്നതോടുകൂടി ഈ ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ആവേശം ഇരട്ടിക്കുകയും ചെയ്യും. രാഖി, അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ചേരുന്നുണ്ട്. അത് എങ്ങനെയാണ്, അത് എപ്പോഴാണ് യോഗം, അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൂടി? സംസ്ഥാനത്ത് നമുക്കറിയാം ഈ ഒരു സമയത്ത് തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പാർട്ടികൾ, അതായത് ഇടതു വലത് മുന്നണികൾ ഇതിനെതിരെ ചില വ്യാജ ആരോപണങ്ങളും മറ്റുമൊക്കെ നമ്മൾ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത് രണ്ടും സുഗമമായി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വയനാടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പത്രിക, അതായത് എമിറേഷൻ ഫോറം കൊടുക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വീകരിക്കൽ നടപടിക്രമങ്ങൾ അടക്കം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വയനാട്, തിരുവനന്തപുരം ജില്ലയും ഒക്കെ. അപ്പോൾ ഇന്ന് 11:30 യോഗം ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഇതുവരെ സ്വീകരിച്ച SIR-മായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ചർച്ചയാകും. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ്. ഈ യോഗത്തിൽ ചില വിമർശനങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം CPIയും CPM ഒക്കെ ഇത് നിർത്തിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിയമ നടപടികളുമായി സുപ്രീം കോടതിയെ സമീപിച്ചൊരു സാഹചര്യമുണ്ട്. അവിടുന്ന് തിരിച്ചടിയൊക്കെ ലഭിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദങ്ങൾക്കും ഇന്ന് ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കൃത്യമായി നടപടികൾ പൂർത്തിയാക്കിയവരുമുണ്ട്, BLO-മാരടക്കം. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അടക്കം ഇത് ബാധിക്കുന്നു എന്നുള്ള പൊള്ളയായ വാദങ്ങൾ നിരത്തുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വയനാടുമൊക്കെ പത്രിക സ്വീകരിക്കൽ നടപടികളടക്കം പൂർത്തിയായിരിക്കുന്നത്. നവംബർ 4-നാണ് ഫോറം വിതരണം ആരംഭിച്ചത്.
ഫോറം വിതരണം ഡിസംബർ 4-നാണ് തിരിച്ചു വാങ്ങിക്കുക. ആ ഒരു നടപടിക്രമങ്ങൾ, അതായത് ഫോറം വിതരണവും ഫോറം സ്വീകരിക്കലും നടപടികൾ 2 ജില്ലകളിൽ പൂർത്തിയായ സാഹചര്യമുണ്ട്. ഓൺലൈൻ അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 19 ലക്ഷത്തിലധികം ഡിജിറ്റലൈസ് ഫോമുകളാണ് ഇപ്പോൾ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, വോട്ടർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് 45,249 ഫോമുകളും പൂരിപ്പിച്ച് ലഭിച്ചിട്ടുണ്ട്. വീടുകൾ കയറിയുള്ള ഫോം വിതരണം മാത്രമല്ല, ഓൺലൈനായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ മികച്ച രീതിയിൽ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ശനിയാഴ്ചകളിലും യോഗം ചേരാറുണ്ട്. ആ യോഗത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും യോഗം നടക്കുക. ശരി വീണ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.